അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്ലീം. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിറിന്ദ തവുക്ക് എന്ന് പറയുന്ന ഒരു ടർക്കിഷ് ഡിഷാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിറിന്ദ തവുക്കുകളുണ്ട്. അപ്പോൾ അതിനകത്ത് സാധാരണ രീതിയിൽ ഇവിടെ നമ്മളെ വീടുകളിൽ ചെയ്തെടുക്കുന്ന ഒരു ഫിറിന്ദ തവുക്കാണ്. പിന്നെ ഹോട്ടലുകളിലാകുമ്പോഴത്തേക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഫിറിന്ദ തവുക്കുകളായിരിക്കും കിട്ടുക. ഓവനെയാണ് ഫിറിൻ എന്ന് പറയുന്നത്. തവുക്ക് എന്ന് പറയുന്നത് ചിക്കൻ, അതാണ് ഫിറിന്ദ തവുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ്, അതായത് ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ചെറിയൊരു ബോൾ ചോറുണ്ട്. ഞാൻ ടർക്കിഷ് റൈസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പീന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ മോൾ ഭാഗത്ത് ഇവിടെയോ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പിന്നെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ ബേസിക്കായിട്ട് ചേർക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ്, സവാള, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ നല്ല തക്കാളി, നല്ല പഴുത്തിട്ടുള്ള നല്ല രീതിയിലുള്ള തക്കാളി, പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചില്ലിയാണ്. നാട്ടിൽ നമ്മൾ പൊരിക്കാൻ വാങ്ങുന്ന ചില്ലി ആയാലും മതി, ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് ലെമണാണ് വേണ്ടത്. പിന്നെ കുറച്ച് സ്പൈസസ് വേണം. അതായത് ഇവിടെ ഈ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ മിക്കവാറും ഇത് ഉണ്ടാക്കാറുള്ളത്. കാരണം ഗസ്റ്റിൻ്റെ അളവ് കൂടിയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള വെജിറ്റബിളിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഉദാഹരണം പറഞ്ഞാൽ പൊട്ടാറ്റോയുടെ അളവ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ വഴുതനങ്ങ ചേർക്കരുത്. വഴുതനങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിരിക്കില്ല. അതുപോലെ തന്നെ സ്പൈസസിനകത്ത് ക്യൂമിൻ പൗഡർ, അതായത് ജീരകപ്പൊടി ചേർക്കാൻ പാടില്ല, എങ്കിലും ടേസ്റ്റ് കാണില്ല. ഒരു മീഡിയം സൈസിൽ ചിക്കൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിനകത്ത് ഈ നടുക്കത്തുള്ള പോർഷൻ നമ്മൾ എടുക്കില്ല. ഈ ചെസ്റ്റ് പീസ് എടുക്കും, പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള പോർഷൻ എടുക്കില്ല. അത് നമ്മളിവിടെ സൂപ്പ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ചിക്കൻ തയ്യാറാക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ മാരിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള പൊട്ടാറ്റോ കട്ട് ചെയ്യണം. പൊട്ടാറ്റോ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യുക. അതായത് ഇതുപോലത്തെ സൈസിലുള്ള പൊട്ടാറ്റോ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നോ അത്രയും എളുപ്പത്തിൽ നമുക്ക് പൊട്ടാറ്റോ വെന്ത് കിട്ടും. പക്ഷേ ഏതാണ്ട് 45 മുതൽ 1 മണിക്കൂർ എടുക്കും ഇത് കുക്കായി വരാനായിട്ട്. അപ്പം അത്രയും സമയം വരെ നിൽക്കുന്ന രീതി വേണം പൊട്ടാറ്റോ കട്ട് ചെയ്യാൻ. വളരെ ചെറുതായി പോയി കഴിഞ്ഞാൽ പൊട്ടാറ്റോ വെന്തിട്ട് അതിൽ മിക്സായി പോവും. അപ്പം നമുക്ക് അത് കാര്യമില്ല. ഞാനിവിടെ ഒരു 3 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു വലിയൊരു സവാളയാണ്. അപ്പോൾ ഈ ഒരു സവാളയാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയ സൈസ് ടൊമാറ്റോ ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്താണ് ഇടുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ചില്ലിയാണ്. ചില്ലി ഇതിനകത്തുള്ള ഇത് ഒഴിവാക്കുക.
അതിനുശേഷം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് അമർത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ കത്തി വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇതുപോലെ തൊലി ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഗാർലിക് ഇടുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസോളം ഓയിൽ, ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ കട്ടി തൈര് ചേർക്കുക. അതിനുശേഷം 4 ടീസ്പൂൺ ബിബർ ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ചേർക്കുക. ടർക്കിയിൽ കോറി എന്നൊരു സ്പൈസ് ഉണ്ട്. അതിന് പകരമായിട്ട് നാട്ടിലെ കറി പൗഡർ 1 ടീസ്പൂൺ ചേർക്കുക. 1 ടീസ്പൂൺ oregano, 1 ടീസ്പൂൺ thyme എന്നിവ ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി സാധാരണയായി 2 ടീസ്പൂണാണ് ചേർക്കാറുള്ളത്. അതിനുശേഷം 1/2 നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. ഇനി നല്ലതുപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ബിബർ സൽച്ചാസ് അഥവാ ചില്ലി പേസ്റ്റ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സൽച്ചാസ് അഥവാ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇപ്പോൾ നമ്മളുടെ സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ സോസിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അധികം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ചേർക്കാം. നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും. നമ്മളുടെ ചിക്കൻ ഏതാണ്ട് 1/2 മണിക്കൂർ നേരം മാരിനേറ്റ് ആയിട്ടുണ്ട്. ഒരു ഓവൻ ട്രേയിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ചിരുന്ന സോസിലോട്ട് ഇടുക. സോസിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ ചിക്കൻ്റെ ഇടയിൽ ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി, ഈ ഓണിയൻ, അതുപോലെ തന്നെ തക്കാളി എല്ലാം കൂടെ ആ പാത്രത്തിലോട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. എല്ലായിടത്തും വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ സോസ് അതിൻ്റെ മുകളിലോട്ട് പകർന്നു കൊടുക്കുക. ഫിറിന്ദ തവക്ക് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ കട്ട് ചെയ്ത ഒരു നാരങ്ങയിൽ ബാക്കി പകുതിയുണ്ട്. ആ പകുതി നാരങ്ങ ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ ഉള്ള ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 200 ഡിഗ്രി സെൽഷ്യസിനകത്ത് ഇതൊരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, റെഡിയാണോ കഴിക്കാനായിട്ട്? ബിച്ചാക്ക്, ഇത് കത്തി. എന്താണ് കത്തി? ഓക്കെ.
അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് തവക്ക് ശരിയായിട്ടുണ്ട്. അതെന്താണ്? അത് ഫോർക്ക്. ഓക്കെ. അപ്പോൾ ഇത് എന്താണ്? പാത്രം, പ്ലേറ്റ്. ചൂടാണ്, ചൂട്, കൈ പൊള്ളും. ഇങ്ങോട്ടിരിക്കുന്ന പ്ലേറ്റ് എന്നാ നിന്റെ. അപ്പോൾ കത്തിയും ചത്താളും പിടിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് തവക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സൗണ്ട് ഉണ്ടാക്കല്ലേ, വാപ്പച്ചി ഷൂട്ട് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. സാധാരണ രീതി നിങ്ങൾക്ക് ഇത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു വലിയൊരു മനുഷ്യനുണ്ട്, പുള്ളിക്കാണ് ആദ്യം കൊടുക്കാറുള്ളത്. ഏത് വേണം? ഇത് വേണോ? ഇതെടുക്കാമേ. ഇത് മുറിച്ചെടുക്കട്ടാ. കൊള്ളാമോ? ഇറ്റപ്പെട്ട കൊള്ളാമല്ലേ? പറയ് ടാറ്റ. എല്ലാവർക്കും ടാറ്റ എന്ന് പറയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഈ റെസിപ്പി. ഇൻഷാ അല്ലാഹ് ഇനി ഒരു റെസിപ്പിയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. മതിയാ? ഓക്കെ.